ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള KSU പ്രവർത്തകരുടെ ചോരയും നീരും വിയർപ്പും ആണ് ഈ UDF സർക്കാർ എന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ വീഴ്ചയുണ്ടായി, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം വലിയ രീതിയിലേക്ക് കായികമായി അക്രമം ചെയ്ത ഒരു കൂട്ടത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ആൾ ആ ഗവൺമെൻറ് പ്ലീഡർ നിയമനത്തിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സർക്കാർ അത് തിരുത്താൻ തയ്യാറാകണമെന്ന് ആ സർക്കാരിനെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് KSU ചെയ്തത്. KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ എൻ്റെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെ വികാരത്തെ ഉൾക്കൊള്ളുക എന്നതാണ് ഞാൻ പഠിച്ച രാഷ്ട്രീയം. 15-19 കാലഘട്ടത്തിൽ തിരുവനന്തപുരം നിയമ കലാലയത്തിൽ KSUക്കാർക്ക് കടന്നു ചെല്ലാൻ സാധ്യമല്ലാതിരുന്ന ഒരു ക്യാമ്പസിൽ വലിയ രീതിയിലേക്കുള്ള SFIയുടെ മർദ്ദനങ്ങളെയും കൊടിയ പീഡനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ആ ക്യാമ്പസിൽ KSU സംഘടനാ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. അന്ന് ഞങ്ങളുടെ എതിർദിശയിൽ നിന്നുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു കൂട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി UDF ഭരിക്കുന്ന ഈ കാലഘട്ടത്തെ ഗവൺമെൻറ് പ്ലീഡറായി കടന്നു വരുമ്പോൾ എൻ്റെ പ്രവർത്തകർ KSU യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രതിനിധികൾ ഉയർത്തുന്ന വികാരത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ് എൻ്റെ രാഷ്ട്രീയം, ഞാൻ പഠിച്ച രാഷ്ട്രീയം. അത് ഈ സർക്കാരിൻ്റെ മുൻപിൽ ചൂണ്ടിക്കാണിച്ചു എന്നത് മാത്രമാണ് KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ചെയ്തതൊരു തെറ്റ്. അത് തെറ്റാണെന്ന് ഈ സർക്കാരിന് തോന്നുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഇനിയും ആവർത്തിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ സർക്കാരിനെ കളങ്കമുണ്ടാക്കണമെന്ന് ഒരു ഘട്ടത്തിൽ പോലും സംസ്ഥാന KSU കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചിന്തിച്ചിട്ടില്ല. കാരണം ഈ സർക്കാർ നല്ല രീതിയിൽ പെർഫോം ചെയ്യേണ്ടുന്ന ഒരു സർക്കാരാണെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ട്. എൻ്റെ കൂടി സർക്കാരാണിത്, അല്ലെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ സർക്കാരാണ് ഈ സർക്കാർ. അപ്പോൾ ഈ സർക്കാർ ചെയ്യുന്ന നല്ല വലിയ പ്രതീക്ഷയുടെ കേരളത്തിൻ്റെ പൊതുസമൂഹം ഈ സർക്കാരിനെ നോക്കിക്കാണുമ്പോൾ ഈ സർക്കാർ ഓരോ ദിവസം ദിനംപ്രതി വലിയ രീതിയിൽ മികച്ചു വരണമെന്ന ആഗ്രഹമാണ് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കും പൊതുസമൂഹത്തിനുമുള്ളത്. ആ വികാരത്തോടു കൂടി ഞാൻ ചേർന്ന് നിൽക്കുന്നു. പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ നേരിട്ട് വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതിനൊരു വിമർശനമായി കണക്കാക്കേണ്ട കാര്യം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു പോരായ്മ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി, അത് ചൂണ്ടിക്കാണിച്ചു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നെ രണ്ട് ദിവസങ്ങളിൽ മാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്യുന്ന വിഷയം കേരളത്തിൻ്റെ KSU സംസ്ഥാന അധ്യക്ഷന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അപ്പോയിൻമെൻറ്റ് നൽകിയില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയല്ല, കേരളത്തിൻ്റെ മുഴുവൻ പൊതുസമൂഹത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. എത്രയോ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഇടപെടേണ്ടതായിട്ടുണ്ട്, നിലനിൽക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി നിലകൊണ്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോയിൻമെൻറ്റ് തരാത്തത് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ കാണാൻ സാധിക്കാത്ത ഒരു വലിയ തെറ്റായി ഞാൻ കാണുന്നില്ല. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അസന്നിഗ്ധമായി ചോദിച്ച ചോദ്യം, അതിനുശേഷമാണ് താങ്കൾ കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചത്. ആ സമയം നൽകിയില്ല. ഇന്ന് നിങ്ങൾ ഒരേ പരിപാടിയിൽ പങ്കെടുക്കുന്നു, നിങ്ങളുടെ ഒരാളുടെ അടുത്ത് നിന്ന് നിങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ മുഖത്തേക്ക് നോക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. ഈ വിഷയത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി KSUവിനെ കാണേണ്ടതില്ല എന്നല്ല പറഞ്ഞത്. ആ യൂണിറ്റ് കമ്മിറ്റിക്ക് സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായിട്ട് അവർക്ക് റോളില്ല എന്നാണ് പറഞ്ഞത്. ടെക്നിക്കലി അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കാം, അതിനെ ഞാൻ നിരാകരിക്കുകയോ അദ്ദേഹം പറഞ്ഞ വാദഗതി തെറ്റാണോ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ യൂണിറ്റ് കമ്മിറ്റിയിലെ വിദ്യാർത്ഥികളുടെ വൈകാരികതയോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കുന്നു. അത് മുഖ്യമന്ത്രി ആ തരത്തിൽ, ഞാൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രി അല്പം കൂടി ജാഗ്രത ആ ഒരു വിഷയത്തിൽ പുലർത്തേണ്ടിയിരുന്നു. അതെൻ്റെ ഒരു അഭിപ്രായം, സംസ്ഥാന KSU കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇത് ഹിന്ദു ഐക്യവേദിയുടെ ആളുകൾക്ക് അപ്പോയിൻമെന്റ് കൊടുക്കുന്ന വിഷയമായിട്ട് കൂട്ടിക്കെട്ടേണ്ട യാതൊരു കാര്യവുമില്ല. ഒരിക്കലുമല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ഹിന്ദു ഐക്യവേദിയെ കണ്ട വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു ചരടിൽ അതിനെ കോർത്തിണക്കേണ്ട കാര്യമില്ല എന്നതാണ് സംസ്ഥാന KSU കമ്മിറ്റിയുടെ അഭിപ്രായം.